Good morning. Hey everyone, welcome back to my vlog. Today's video is a special travel vlog and this time we are going on a long journey by train. I'm excited to share this entire journey with you from the station moments to the beautiful scenes outside the window. So sit back, relax and enjoy this train travel experience with me. Let's get started. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ സീരീസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ട്രാവൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ രണ്ടുപേരും എക്സൈറ്റഡ് ആണ്. ലേറ്റ് ഇല്ല ഗൈസ്. യെസ്. അപ്പം ഉമ്മ ടെൻഷൻ ഉണ്ടോ? ആവശ്യത്തിലധികം. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു ട്രാവൽ ആയതുകൊണ്ട് പുള്ളിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് പേടിയില്ല, എന്നാലൊരു എക്സൈറ്റ്മെന്റ്, അത് മാത്രമേ ഉള്ളൂ. കാരണം പുതിയ സ്ഥലങ്ങൾ അങ്ങനത്തെ കുറച്ച് എക്സൈറ്റ്മെന്റ്. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഒരു അടിപൊളി വീഡിയോ കാണാൻ ഞാൻ ശ്രമിക്കും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ യെസ്, നമ്മളിതാ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ആകെ കുറച്ച് സാധനം, ഇതാണ് എൻ്റെ ബാഗ്, ഇതാണ് ഉമ്മയുടെ ബാഗ്, ഇത്ര മാത്രമാണ്. 3 ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ പ്ലാനില്ലാതെ പുറപ്പെട്ടുകൊണ്ട് നമുക്ക് അധികം ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് ഒരുപാട് തൂക്കി പിടിക്കാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല. ആകെ 3 ഡ്രസ്സും ഞങ്ങളും. സോ വെൽക്കം ഓൺ. ട്രെയിന് കുറച്ച് ലേറ്റാണ്. സോ നല്ല അടിപൊളി പോസ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ. പോസ്റ്റ് പിന്നെ നമുക്കൊരു കുത്തരി അല്ലല്ലോ. പക്ഷെ ഉമ്മക്ക് കുശാലാണ് കേട്ടോ. ഉലരാനുള്ള ഓരോരോ ചാൻസസ്, ടൈമിംഗ് ആണ് പുള്ളിക്കാരിക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ ഗൈസ്. എങ്ങനെ പോകുന്നു താങ്കളുടെ ഉലരൽ? ഞാൻ പറഞ്ഞ പോലെ കുട്ടക്കാരൻ നല്ല തകൃതിയായിട്ടാണ് ഉലർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാം ഉലരുന്നത് എന്താണെന്ന്. പുതിയ ട്രെയിൻ വരുന്നു, ഓരോരോ ആൾക്കാരെ കാണുന്നു, പിന്നെ അടുത്ത ട്രെയിൻ വരുന്നു, അങ്ങനെ ഉലരലാണ്. ഒന്ന് കയറി കിട്ടിയിട്ട് വേണം ബാക്കി ഉലരാൻ. അങ്ങനെ കുറേ നേരത്തെ പോസ്റ്റിന് ശേഷം ഞാൻ താങ്കളെ കാണിച്ചു പോകാം. ജാംനഗർ വരെ പോകുന്ന തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിയെ കൃപയാ ധ്യാൻ ദീജിയേ. ഗ്യാപ്പ് തരുന്നില്ല സോ നീണ്ട ഇടവേള ശേഷം ട്രെയിനിൽ കയറി പോവാം. നമ്മൾ നാളെ വൈകിട്ട് എന്തായാലും 5:45 നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ആവും. അപ്പോൾ നമ്മൾ കാണാം. ഇടയിലുള്ള ഓരോ ഫണ്ണി ആയിട്ടുണ്ടാവും എനിക്ക് അറിഞ്ഞോളൂ, എന്നാലും കാണാൻ കാഴ്ചകള് അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് പറയാനായിട്ട് ഗ്യാപ്പ് തരണില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊന്നും അവരെന്നെ തൊള്ളയിട്ട് അവരുടെ സ്ഥലമായതിന്റെ ഒരു അഹങ്കാരമാണ്. ഇപ്പൊ കുറച്ച് മച്ചി ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മാനെ പറയാത്തേ ഗൈസ്, ചായ് ഗൈസ്, മമ്മി നമുക്ക് ചിന്ത.
ഹായ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ എണീച്ചിട്ടുണ്ട്. ഉറക്കമൊക്കെ എങ്ങനെ കിട്ടി എങ്ങനെ പോയെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഒന്നാമത് ഇത്രയും ദൂരെ പോവല്ലേ, അപ്പൊ നമുക്കൊന്ന് നേരെ ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒറ്റയ്ക്കല്ലല്ലോ, ഉമ്മയുണ്ട്. സോ നമുക്ക് നല്ല കെയർ ആവണം. അതിന് നല്ല ഉറക്കമൊന്നുമില്ല, എന്നാലും കുറച്ച് നേരം ഉറങ്ങി എണീച്ചുള്ളൂ. രാവിലെ എണീറ്റ് കാണുമ്പോൾ തന്നെ കാണുന്നതാണ് കുറച്ച് ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊരു 4-3 പടാപ്പാ പടാ അപ്പൊ പടാപ്പ അങ്ങനെ എന്തോ സാധനം, പടാപ്പാവ് പാവ്. അപ്പം പിന്നൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മള് ജീപേ മാത്രമേ ഉള്ളൂ, പൈസ ATM എടുക്കാൻ മറന്നുപോകും. അതുകൊണ്ട് ചായ കുടിച്ച് രാത്രി ഇരിക്കാന്ന് പറഞ്ഞാൽ നടന്നില്ല. ഒരു പ്രാവശ്യം ചായ കുടിച്ചു, പിന്നെ ചായ കുടിക്കാൻ പറ്റിയില്ല. കാരണം ഒരു 10 രൂപ മാത്രമേ ഉള്ളൂ കയ്യില്. നമ്മളെ ATM പൈസ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം കമ്മലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു ജീപ്പേ ഉണ്ടോന്ന്. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിനപ്പുറം നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ്, ജീപ്പേ കൊണ്ട് മുതലാവോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മാത്രല്ല, ബാപ്പി നമ്മൾ ഇറങ്ങിയിട്ട് ഞാനിതൊരു സ്ഥലത്തെ കുറിച്ചൊരു ധാരണ കൊടുത്തില്ല അല്ലേ. ഇതൊരു സ്ഥലം തന്നെയല്ലല്ലോ. യെസ് ഗൈസ്, നമ്മൾ പോകുന്നത് സിൽവാസയ്ക്കാണ്. അപ്പോ സിൽവാസയ്ക്ക് പോകുമ്പം നമ്മൾ ആദ്യം വാപ്പി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് അവിടുന്ന് ബസ്സിലോ മറ്റോ പോകേണ്ടതാണെന്ന് തോന്നുന്നു. ഹായ് ഗായ്സ്, നമ്മൾ ഏകദേശം രാവിലെ 8 മണി 8:30 ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനിയും കുറെ ദൂരം പോകേണ്ടതുണ്ട്. ഇനിയും നമ്മൾ എത്ര താണ്ടിയോ അത്രയും ഇനിയും പോവാനുണ്ട് എന്നുള്ളതാണ് ഞാൻ മാപ്പ് നോക്കിയപ്പോൾ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ ഇതൊരു ലോങ് ജേർണി. കുറെ നാളുകൾക്ക് ശേഷമാണ് ട്രെയിനിൽ ഇങ്ങനെ ഒരു ലോങ് ജേർണി പോകുന്നത്. പിന്നെ യാത്ര കുഴപ്പമില്ലായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കിന്റെ ഒരു അപാകത, അത് ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പിന്നൊരു കാര്യം പറയാം. ഞാൻ ആദ്യം വിചാരിച്ചു ഈ പോകുന്ന സ്ഥലം കുറച്ച് അടുത്താണ്, അല്ലെങ്കിൽ മാപ്പിൽ ഇന്ന സ്ഥലം ഉണ്ടോ, എവിടെയാണ് ആ സ്ഥലം എന്ന് മാത്രം ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി ട്രെയിനിലിരുന്ന് ഞാൻ നോക്കുമായിരുന്നു എത്ര ഡിസ്റ്റൻസ്. മോനെ എന്തോരം ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം അത്ര അടുത്തല്ലാന്ന് മനസ്സിലായി. പിന്നെ നല്ലുണ്ട്. പിന്നെ കുറച്ചുകൂടി ദൂരമാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി പോകാനുള്ള ആവേശം കൂടി, അതാണ് സത്യം. അപ്പോ അങ്ങനെയാണ് ഇവിടെ യാത്രയുടെ ഒരു അപ്ഡേഷൻ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ എണീറ്റേ ഉള്ളൂ, അതാണ്. പിന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പം. എല്ലാം ഒന്ന് ഉറങ്ങി കിട്ടാൻ, ഉറക്കം വരുന്നില്ല. പിന്നെ ഒന്നാമത് നല്ല ശാന്തമായ പ്ലേസ്. കേരളത്തിൽ മാത്രല്ല ഗൈസ് പച്ചപ്പ്, ഇവിടെയൊക്കെ നല്ല പച്ചപ്പാണ്. ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ഫുള്ള് പച്ചപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഗൈസ്. എന്നാലും ഞാൻ വോയിസ് ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നില്ല. കാരണം അടുത്ത തുടങ്ങി എപ്പോഴാ വരിക, എന്റെ ഫ്ലോ എപ്പോഴാ പോവാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ ഐ തിങ്ക് നമുക്ക് എവിടെയെല്ലാം വെച്ച് കാണാം. ഓക്കെ, ബൈ. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചും കൂടി സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അതുകൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാപ്പി എത്തുന്നതായിരിക്കും മക്കളെ, വാപ്പി എത്തുന്നതായിരിക്കും.
എന്തിനല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഇത് കുത്തുപോലില്ലതോ ചല്ല കോട്ട ഇന്നൊരു ചായ വാങ്ങിച്ചാലോ എവിടെ എത്തിയില്ല അപ്പളെ പേര് നോക്കി തണുപ്പാ ഇപ്പൊ പോയതാണ് എന്റെ 6 മണിക്കൂറാണ് ജിനോയിലല്ല ഞങ്ങൾ എത്താറായിട്ടുണ്ട്. ഇനി ഏതാനും കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. മുഖം പോലും വേർത്തു പോയി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ കോട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ആവാം, ചായ കുടിക്കാം, അങ്ങനത്തെ പരിപാടിയിലേക്കാണ് നമ്മൾ അടുത്തത് കിടക്കുന്നത്. പിന്നെ ഉമ്മയാണ് ഫസ്റ്റ് കുടിക്കാൻ പോകുന്നത്, എന്നിട്ടാണ് ഞാൻ. യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. സീരിയസ്ലി നല്ലതായിരുന്നു.
പിന്നെ രാത്രി ഒന്നും ഉറക്കം കിട്ടാത്തതിനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ബാത്റൂമിൽ നമുക്ക് പോകാനേ പറ്റിയില്ല. പോയപ്പോൾ അവിടെ കുറെ മിച്ചർ പോലെ പൊക്കവട പോലെയൊക്കെ ആയിരുന്നു. എന്താന്ന് പറഞ്ഞൂടെ, പോവാനേ നമുക്ക് നമുക്കൊന്നും വരൂല്ല. അതാണ് സത്യം. അവിടത്തതൊക്കെ കാണുമ്പോൾ അതിന് അതും കുശാലായിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിലൊരു അടിപൊളി യാത്രയായിരുന്നു. പിന്നെ നല്ലതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ വരുന്ന വഴിക്ക് കുറെ ഫൗണ്ടേഷന്റെ ലെയറൊക്കെയാണ് നിങ്ങൾ ഈ വെട്ടിത്തിളങ്ങുന്നതൊക്കെ കാണുന്നത്. നോക്കൂ, ആദ്യം സ്ഥലത്തിന്റെ പേരറിയാത്തതുകൊണ്ടാണ് ഓരോരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ ഫൗണ്ടേഷൻ ലെയർ ഇട്ടിട്ടിട്ട് അവസാനം ഈ തിളങ്ങുന്ന രൂപത്തിൽ നമ്മൾ എത്തുന്നതായിരുന്നു. പക്ഷെ പറഞ്ഞല്ലോ, നല്ലൊരു യാത്രയായിരുന്നു. നല്ല കുറെ കാര്യങ്ങൾ കാണാന്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാന്. എന്നെക്കാളും നിങ്ങൾക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോ യാത്രയും നമുക്ക് പല രീതിയിലുള്ള പല കാര്യങ്ങളായിരിക്കും ചിന്തിപ്പിക്കുക, കാണിപ്പിക്കുക, മനസ്സിലാക്കിപ്പിക്കുക. അങ്ങനെ അത് ഓരോരോ മനുഷ്യന്മാരുടെ തിങ്കിങ് സ്കില്ല് പോലെ ഇരിക്കും. അതുപോലെ എനിക്കും കുറച്ച് നല്ല മനോഹരമായ അനുഭവങ്ങൾ തന്നൊരു യാത്ര തന്നെയാണ്. അപ്പോ ഇതാണ്. അപ്പൊ ഇന്ന് നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. ഇന്നലെ നമ്മള് ഉച്ചയ്ക്ക് ആദ്യം 2:15 പറഞ്ഞ, പക്ഷെ ഡിലേ ആയി 3:15. അതുകൊണ്ട് 5:20 5:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ലാൻഡായി. നമ്മൾ ഇറങ്ങുമ്പോഴത്തേ തന്നെ നമ്മളെ പിക്കാന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ സർപ്രൈസ് ആയി. സത്യം പറഞ്ഞാൽ ഞാനൊന്നും വിചാരിച്ചത് വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണം, അവരോട് ചോദിച്ചാൽ മതിയല്ലോ ഇവിടെ നിന്ന് എങ്ങനെയാണ്. കുറച്ച് ടൈമിങ് യാത്ര ഉണ്ട്. അവിടെ നിന്ന് വാപ്പിന്ന് സിൽവാസയ്ക്ക് കുറച്ച് പോകാനുണ്ട്. അപ്പം എങ്ങനെയാ വരേണ്ടത്, ബസ് മാർഗമാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് ഇതാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച. പക്ഷെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ കാല് വെക്കുന്നതിന് മുന്നേ നമ്മൾ അവരെ കണ്ടു. സോ നമ്മളവിടെ സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വഴി തെറ്റാനോ അല്ലെങ്കിൽ ബസ് ചോദിച്ചു പോകാനോ അങ്ങനെയൊന്നും ആവശ്യം വന്നില്ല. അപ്പം അവരുടെ ഫ്രണ്ടിന്റെ കാറുമായിട്ടാണ് വന്നേക്കുന്നത്. സോ നമുക്ക് സുഖമായിട്ട് നമ്മുടെ യാത്ര കുറച്ചുകൂടി എളുപ്പമാക്കി നമുക്ക് തന്നു. നമ്മളെ നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തു. സോ നമ്മൾ സന്തോഷവരാം. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ഒരു യാത്രാനുഭവം. ഓക്കെ, എന്തായാലും ഇത് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതൊരു വലിയ വീഡിയോ ആക്കണോ, സീരീസ് പോലെ ആക്കണോ, അതിന് മാത്രം കാര്യങ്ങൾ ഇതിലുണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്തായാലും അത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അഥവാ ഇത് ഈ ഒരു വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടാറ്റ ബായ് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ വെൽക്കം ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാത്തതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ അവതരണ ശൈലികളോ അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന രീതികളാണോ അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ആ ഒരു രീതിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും എൻ്റെ വീഡിയോസിൽ. കാരണം നിങ്ങളാണ് എൻ്റെ കാണികൾ. അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് മക്കളെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിലപാടില്ലാത്തതുകൊണ്ടല്ല. സ്വന്തമായിട്ടുള്ള നിലപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പൊ നിങ്ങൾ കാണുന്ന കാണികൾക്ക് എങ്ങനത്തെ രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഏറ്റെടുക്കും. ഞാൻ ഒരുപാട് വലിച്ചു നിന്നിട്ടുണ്ട്. അത് എൻ്റെ ഒരു ജീനിന്റെ പ്രശ്നമാണ്, അത് വേറെയാകണം. സോ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവർക്ക്